പൈത്തൺ പ്രിൻറ്റ് ഫോർമാറ്റിംഗ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് ഫംഗ്ഷനാണ് പൈത്തണിൽ. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളിൻ്റെ അകത്ത് ആ വാല്യൂ ഓൾറെഡി അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആ വേരിയബിൾ ഡയറക്റ്റ് പാസ് ചെയ്തിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല ഇതിൻ്റെ സെപ്പറേഷൻ, അതായത് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു സെപ്പറേറ്റിംഗ് ക്യാരക്ടർ അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. സോ ഡിഫോൾട്ടായിട്ട് അത് സ്പേസ് ആയിരിക്കും. നമുക്കത് ന്യൂ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല ടാബ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം പോസിബിൾ ആണ്. ഇനി നമ്മൾ സ്ട്രിങ്ങുകൾ പ്രിൻറ്റ് ചെയ്യുമ്പം, അതായത് നമുക്ക് 2 സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതായത് ഹലോ ദെൻ ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നും ഇല്ലാതെയായിരിക്കും ഇത് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ 2 സ്ട്രിങ്ങും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സ്പേസ് ബൈ ഡിഫോൾട്ടായിട്ടുള്ള സിംഗിൾ സ്പേസ് ഇതിൽ വരുന്നുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. സോ സപ്പോസ് നമുക്ക് ഒരാൾ വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരാളുടെ നെയിം ഇവിടെ വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് സ്ട്രിങ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു വേരിയബിളിലുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഗസ്റ്റ് എന്നുള്ള പേരാണ് കൊടുക്കുന്നത് തൽക്കാലം. അത് നെയിം എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. സോ നമുക്ക് കിട്ടുക ഹലോ ഗസ്റ്റ് ഗുഡ് മോർണിംഗ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഒരു പ്ലേസ് ഹോൾഡർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി അറിയാം, ഇവിടെ ഗസ്റ്റിന് ശേഷം ഒരു കോമ വന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഈ നെയിമിൻ്റെ കൂടെ ഒരു കോമ ഇങ്ങനെ ആഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ നെയിം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ തിങ് എന്നുള്ള രീതിയിൽ ഈ കോമ ദെൻ സ്പേസ് കൊടുത്താൽ മാത്രമേ നമുക്കതൊരു പ്രോപ്പറായിട്ട് ഇത് കിട്ടുള്ളൂ. ഓക്കെ, സോ അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒറ്റ സിംഗിൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. ഹലോ ദെൻ ഒരു കോമ ദെൻ സ്പേസ് ഗുഡ് മോർണിംഗ്. ബട്ട് ഇവിടെ ഈ കോമയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ടാണ് നമുക്ക് ഈ നെയിമിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് വരേണ്ടത്. അതായത് ഗസ്റ്റ് എന്നാണെങ്കിൽ അത്, അല്ല വേറെ എന്തെങ്കിലും സ്പെസിഫിക് നെയിമാണെന്നുണ്ടെങ്കിൽ അത് വരണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലേസ് ഹോൾഡർ പോസിബിളാണ്. സോ ഇങ്ങനെയൊരു 2 ബ്രാക്കറ്റ്സ്, കേളി ബ്രാക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്ലേസ് ഹോൾഡറായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ അതിന് ശേഷം ഇവിടെ ഡോട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം നമുക്ക് എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യേണ്ടത് അത് കൊടുക്കുക, അല്ലെങ്കിൽ ആ വേരിയബിൾ നമ്മൾ കൊടുക്കുക. സോ ആ വേരിയബിളിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ബ്രാക്കറ്റ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ വരുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് തന്നെ നമുക്കതിനെ ഫോർമാറ്റിംഗ് പോസിബിളാണ്. ഇനി സപ്പോസ് നമുക്കിങ്ങനെ 2 ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ടൈം നോക്കിയിട്ട് ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് അങ്ങനെയൊരു മെസ്സേജാണ്. സോ ദിസ് ക്യാൻ ചേഞ്ച്, ഈ ഒരു ടൈമിംഗ് ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ സപ്പോസ് നമുക്കതൊരു വേറൊരു വേരിയബിളിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് ലൈക്ക് ഗ്രീറ്റിംഗ്. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് മോർണിംഗ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു മോർണിംഗ് എന്ന് പറയുന്ന കാര്യം ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ അനദർ പ്ലേസ് ഹോൾഡർ എനിക്കിടാം. പക്ഷേ ഈ സെക്കൻഡ് പ്ലേസ് ഹോൾഡറിലോട്ട് പാസ് ചെയ്യേണ്ട വാല്യൂ ഞാനിവിടെ ഈ ഫോർമാറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്താൽ സോ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതല്ല ഇവിടെ ഈവനിങ് ആണ് എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ആ പാർട്ട് ഫില്ലായി വരും. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓർഡർ നെയിം കോമ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. സോ ആദ്യം കൊടുക്കുന്ന വാല്യൂ ആദ്യത്തെ പ്ലേസ് ഹോൾഡറിലോട്ടും രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ രണ്ടാമത്തെ പ്ലേസ് ഹോൾഡറിലോട്ടുമായിരിക്കും കോപ്പി ആവുന്നത്. ഇനി അതല്ല നമുക്ക് അതിൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിൽ പോസിബിളാണ്. സോ ഞാനിവിടെ ഗ്രീറ്റിംഗ് കോമ നെയിം എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇത് നേരെ തിരിഞ്ഞു വരും. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ബട്ട് സ്റ്റിൽ നമുക്കിത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇൻഡെക്സിങ് പൊസിഷൻ കൊടുക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂ ആൻഡ് ഇവിടെ സെക്കൻഡ് 0th ഇൻഡെക്സ് വാല്യൂ എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ
സ്റ്റിൽ അതായത് നമ്മളിവിടെ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ഓർഡർ നമ്മൾ കൊടുത്താൽ മതി. സോ നെയിമാണ് എനിക്കിവിടെ വരേണ്ടത്. സോ ഞാനിവിടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ള രീതിയിൽ നെയിം വരുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലാണ്. സോ അതിവിടെ കൊടുക്കും പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത്. ഗ്രീറ്റിംഗ് വരുന്നത് 0th ഇൻഡെക്സിങ് പൊസിഷനിലാണ്. സോ ഗുഡ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഗ്രീറ്റിംഗ് വരേണ്ടത്. അതുകൊണ്ട് ഗുഡിന് ശേഷമുള്ള പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് ഞാൻ ആ 0th ഇൻഡെക്സ് പൊസിഷൻ മെൻഷൻ ചെയ്യും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡർ എനിക്ക് ഫില്ല് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള പ്രിൻറ്റ് മെസ്സേജസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.